നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണ് പാവയ്ക്ക അച്ചാറ്. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലോട്ട് പെട്ടെന്ന് കടക്കാം. ഞാൻ 2-3 ചെറിയ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒരു 3-4 വെള്ളത്തിൽ ഞാൻ കഴുകിയാണ്, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നിന്ന് നന്നായിട്ടൊന്ന് കഴുകും. കാരണം എന്താണ്, ഈ പാവയ്ക്ക എന്ന് പറയുന്നത് കീടനാശിനി അടിക്കുന്നതായതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. അതുപോലെ ഞാൻ 3-4 വെള്ളം കഴുകിയാണ്. ഒന്നാമത് പാവയ്ക്ക് കയ്പുള്ള സാധനം കൂടാണല്ലോ. അപ്പം എത്രമാത്രം ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് പിഴിഞ്ഞ് മാറ്റുന്ന അത്രമാത്രം കയ്പ് അങ്ങ് മാറുവാണ്. അത് നമ്മൾ അച്ചാറിടുമ്പോൾ ഒരു കയ്പ് പോലും കാണില്ല. ഞാനിത് കഴുകിയെടുത്തതാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ വെള്ളനനം ഉണ്ടാകത്തില്ല, പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം, നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ചിലരൊക്കെ ആണെങ്കിൽ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് പിഴിഞ്ഞെടുക്കും. അന്നേരം അത് നല്ലതാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞുകൊണ്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഉണ്ട്, നീരുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കയ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. പിഴിഞ്ഞെടുത്തപ്പോൾ കണ്ടല്ലേ ഇത്രയും. അന്നേരം ഇതിനകത്ത് തന്നെ കയ്പുണ്ട്. ഈ വെള്ളത്തിന് നല്ല കയ്പാണ്. അപ്പോൾ അത്രയും നമ്മുടെ പാവയ്ക്കകത്തെ കയ്പ് മാറും. അപ്പോൾ ഇതിനകത്തോട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ അംശമുണ്ട്, ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും പിടിച്ചിരിപ്പുണ്ട്. ഇത്രയും വെള്ളം മാറുമ്പോൾ കയ്പ് അതിൻ്റെ മാറുകയും ചെയ്യും. പാവയ്ക്കയുടെ കയ്പ് മാറ്റുന്നത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്, അല്ലെങ്കിൽ ഉപ്പ് തന്നെ ആയാലും മതി, ഇട്ട് പിഴിഞ്ഞ് മാറ്റുമ്പോഴാണ് കയ്പ് മാറും. വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ചാലും അതിൻ്റെ കയ്പ് മാറും. ഇനി നമുക്കെന്ന് പറയുന്നത് ഇത് ഫ്രൈ ആക്കാം. നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു കടായി വെക്കാം. ഇതൊന്ന് ചൂടാവണം. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഓയിൽ, നമ്മൾ ഇതിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. നമ്മൾ പിന്നെ ഇത് പിന്നീട് ഉപയോഗിക്കുന്നില്ല. ഈ ഓയിൽ കയ്പായതുകൊണ്ട് നമ്മൾ പാവയ്ക്ക് വറക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ പിന്നീട് ഉപയോഗിക്കുന്നില്ല. നമ്മളത് ഒരു വട്ടം മാത്രം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലിൽ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. നമുക്ക് അങ്ങോട്ട് ഇടാം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പാവയ്ക്കയ്ക്ക് ഒരുപാട് നമുക്ക് ഓയിൽ ഉപയോഗിക്കേണ്ട. ഇത് ഒരുപാട് ഫ്രൈ ആവേണ്ട. ഇത് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതി. പാവയ്ക്കൊക്കെ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പാവയ്ക്കൊക്കെ അച്ചാറിട്ടാൽ നമ്മുടെ ചെറിയ ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് നമുക്ക് മൂത്ത് പോകേണ്ട കാര്യമില്ല. നമുക്കിതിന് കോരി മാറ്റാം. ഈ പാത്രത്തിലോട്ട് കോരി മാറ്റാം. നമുക്ക് അടുത്തത് ഇടാം. നമുക്ക് ഇത് അതുപോലെ തന്നെ നമുക്ക് അത് ചെറിയൊരു ബ്രൗൺ കളർ മാത്രം വന്നാൽ മതി. പെട്ടെന്നാവും. ഒന്നാമത്തെ തരം നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് പിഴിഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് അത് ആയി വരും. അതുപോലെ നമുക്ക് ഏറ്റവും നല്ല ഇതാണ്, ഇങ്ങനെ ഇതിനെക്കാട്ടി നല്ലതാണ്, എളുപ്പമാണ്. എണ്ണയൊന്നും തോനെയും വേണ്ട. അത് ഡയറക്റ്റ് അത് നമ്മൾ ആവി ഒന്ന് ചെറുതായിട്ടൊന്ന് അടപ്പയിലിട്ടൊന്ന് ആവിയായിട്ട് വെയിലിട്ടിട്ട് ഉണക്കണം. അത് നല്ലതാണ്. അതിനാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് അച്ചാറിടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതും ഒരു ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ, നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടില്ല, ചെറിയൊരു ബ്രൗൺ പോലെ ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഒരുപാട് നമുക്ക് ബ്രൗൺ കളർ പോലെ ആവണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. നമ്മൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകരാം, കോരി മാറ്റാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അന്നേരം നമ്മൾ അച്ചാർ ഏത് ചെയ്താണ്ട് ഈ രീതി വരും. വേണ്ട, ഇതേ രീതി വരും. ബ്രൗൺ കളറല്ല, രീതി വരും. ഈ രീതിയിലാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് പകർന്ന് മാറ്റാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്ന് പറയുന്നത്
വെളുത്തുള്ളിയാണ് കൂടുതൽ. പ്രാവശ്യം നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. വെളുത്തുള്ളി 4 പച്ചമുളകും കരിയാപ്പിലയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടി നമ്മൾ എന്താ ചേർക്കുന്നത് പറഞ്ഞാൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് എത്ര മസാലകൾ ചേർക്കണം എന്നുള്ളതാണ്. ഇനി കാശ്മീരി പൊടിയല്ല ഇത് സാധാരണയുള്ള മുളക് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1.5 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവ് വളരെ കുറച്ച് മതി. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടായതുകൊണ്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണാണ് ഉലുവാപ്പൊടി ചേർക്കാം. നമുക്ക് ഇത് പാവയ്ക്ക കയ്പ്പായതുകൊണ്ട് നമ്മൾ ഉലുവാപ്പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. കാരണം ഉലുവാപ്പൊടിയും കയ്പ്പാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് 1/4 സ്പൂണ് ഉലുവാപ്പൊടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇനി കായപ്പൊടി ചേർക്കാം. കായപ്പൊടി നമുക്ക് 1/2 സ്പൂണ് ചേർക്കാം. കായപ്പൊടി എത്ര ചേർക്കുന്നത് അത്രയും നല്ലതാണ്. നമ്മൾ 1/2 സ്പൂൺ കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഒന്ന് താളിക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്കിത് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ അച്ചാറുകൾ ഉപയോഗിക്കേണ്ടത്. അത് പൂക്കാതിരിക്കാനും എല്ലാവരും നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണ് അച്ചാർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നല്ലെണ്ണയ്ക്ക് തന്നെ അച്ചാർ ഉപയോഗിക്കാം. നമുക്കിനി എണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂണ് എണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുക് ഇടാം. നമുക്ക് കടുക് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം, പച്ചമുളകും ഇടാം. നമുക്ക് 2 കരിയാപ്പിലയും ചേർക്കാം. ചെറിയ ബ്രൗൺ കളർ വന്നാൽ മാത്രം മതി. കടുക് താളിക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം അത് ചെറിയ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊടി ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് മാത്രമേ മസാലകൾ ഇടാവൂ, അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചിലരൊക്കെ ആണെങ്കിൽ വിനാഗിരിക്ക് പകരം കുറച്ച് വാളംപുളിയൊക്കെ 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയൊക്കെ പിഴിഞ്ഞ് കുറച്ച് 3-4 സ്പൂൺ ഒഴിക്കുക. അപ്പോൾ വിനാഗിരി വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പൊടി ഇടാം. ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ പൊടികളിടാം. നമുക്ക് അതിനകത്തോട്ട് എന്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ അല്പം ശർക്കര വിനാഗിരി ഒഴിക്കാം. പൊടി കഴിഞ്ഞ് പോകാതിരിക്കും നമുക്ക് അല്പം വിനാഗിരി ചേർക്കാം. 3 സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ഉപയോഗിച്ചത്. പൊടി നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അല്പം 1 സ്പൂണ് ശർക്കരയും കൂടി ചേർക്കാം. നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് ശർക്കര ചേർക്കാം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ പുളിയും ഉപ്പും കയ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിൽ അല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടാം. നമുക്കിനി ഒന്ന് സ്റ്റൗ ഒന്ന് കത്തിക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വാളംപുളി പിഴിഞ്ഞ് പിന്നെ 3-4 സ്പൂൺ ഒഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ വിനാഗിരി നമ്മൾ 1 സ്പൂണോ 1-2 സ്പൂണോ ഒഴിച്ചാൽ മതിയായിരിക്കും. വിനാഗിരി ഒഴിക്കുന്നതനുസരിച്ച് പുളി കിട്ടും. അതിനകത്തോട്ട് അത് പുളിയാണല്ലോ. ചെറിയൊരു ഫ്ലെയിമിനകത്ത് ഇട്ടേക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. എന്താണ് നമ്മൾ ഇതെല്ലാം റെഡി ആക്കിയിട്ട് അങ്ങനെ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതിന് കയ്പൊന്നും ഇല്ല. നമുക്കെടുത്ത് നോക്കാം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പ് അറിയത്തതേ ഇല്ല. കയ്പില്ല ഇതിന്. പക്ഷെ 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും പുളിയും അതിൻ്റെ എരിവും അതിൻ്റെ മധുരവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. 2 ദിവസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാവൂ. ഇപ്പം കൂട്ടുമ്പോൾ തന്നെ എരിവൊന്നുമില്ല. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.